നമസ്കാരം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവും യുവശക്തിയും പ്രമേയമാക്കിയാണ് ഇക്കൊല്ലത്തെ ആഘോഷം. ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേന ഹെലികോപ്റ്ററുകളിലെ പുഷ്പവൃഷ്ടിക്ക് ശേഷം NCC കേഡറ്റുകൾ വന്ദേ മാതരവും തുടർന്ന് ദേശീയ ഗാനവും ആലപിച്ചു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ 5000-ഓളം പ്രത്യേക അതിഥികളും പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ അറിയിച്ചിരുന്നു. കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കാൻ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധൈര്യത്തെയും ത്യാഗത്തെയും അചഞ്ചലമായ അർപ്പണബോധത്തെയും നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ദേശീയ പതാകയുടെ മൂവർണ്ണ നിറത്താൽ മുഖരിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരംഗെ പ്രചരണത്തെ അനർത്ഥമാക്കിക്കൊണ്ട് പാതകളും കെട്ടിടങ്ങളും വാഹനങ്ങളുമെല്ലാം തന്നെ ത്രിവർണ്ണ പതാകകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരവും സർക്കാർ ഓഫീസുകളും ത്രിവർണ്ണ അലങ്കാരങ്ങളിലാണ്. ദേശസ്നേഹ മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികളുടെ തിരംഗയാത്രകൾ വെള്ളിയാഴ്ച പകൽ ഡൽഹിയുടെ വീഥികളിൽ നിറഞ്ഞിരുന്നു. അതേസമയം സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം പാടണമെന്ന നിർദ്ദേശമില്ല. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിച്ച സർക്കുലറിൽ വന്ദേ മാതരം പാടുന്നത് സംബന്ധിച്ച് പരാമർശങ്ങളില്ല. ദേശീയഗാനം ആലപിക്കണമെന്ന് മാത്രമാണ് നിർദ്ദേശം. പ്രോട്ടോകോൾ ഓഫീസറുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം വർഷങ്ങളുടെ കണക്കിൽ 1947 നിന്ന് 2026 എത്തുമ്പോൾ 79 വർഷങ്ങളാണെങ്കിലും ഇത് 80ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച അന്നേ ദിവസം തന്നെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചിരുന്നു. അങ്ങനെ തൊട്ടടുത്ത വർഷം 1948 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച് 1ാം വാർഷികമായിരുന്നുവെങ്കിലും 2ാമത് സ്വാതന്ത്ര്യദിനമായി. ഇതനുസരിച്ച് കണക്കാക്കുമ്പോൾ 2026 ഓഗസ്റ്റ് 15 ഇന്ത്യ ആഘോഷിക്കുന്നത് 80ാമത് സ്വാതന്ത്ര്യദിനമാണ്.